എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബൈബിൾ പരിചയത്തെപ്പറ്റി പറയുകയായിരുന്നു. അതിലെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് ഒരു മഹത് ഗ്രന്ഥമാണ്. പലരുടെയും ചിന്ത ബൈബിൾ യഹൂദർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്നാണ്. ഈ ബൈബിളിലെ കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തു ഒരു മതസ്ഥാപനത്തിനു വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്നതല്ല. ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എത്ര ശ്രദ്ധാപൂർവം വായിച്ചാലും ക്രിസ്തു മതത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ഇന്ന് സമൂഹം പറയുന്നത് പോലെ മതപരിവർത്തനത്തെപ്പറ്റിയോ ഒരു വാക്കുപോലും ഈ ബൈബിളിൽ കാണുകയില്ല. എന്നാൽ ഒരു ധാർമ്മികനായ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നും ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നും ആ വ്യക്തിയുടെ ജീവചര്യ എങ്ങനെയായിരിക്കണമെന്നും വ്യവഹാരം എങ്ങനെയായിരിക്കണമെന്നും തുടങ്ങി ഒരു വ്യക്തി ധാർമ്മികനും നീതിമാനും സർവഗുണസമ്പന്നനും എങ്ങനെയാകാം എന്നും വളരെ വ്യക്തമായി ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഈ സത്യവേദ പുസ്തകം ഒരു മതഗ്രന്ഥമായിരുന്നെങ്കിൽ ഒരു ബ്രാഹ്മണൻ ഈ ഗ്രന്ഥം എടുത്ത് പ്രസംഗിക്കുകയില്ല, ഒരു മുസ്ലിം ഈ ഗ്രന്ഥത്തിൽ നിന്നും പ്രസംഗിക്കുകയില്ല, ഒരു ഉയർന്ന ജാതിക്കാരനോ ഒരു പണ്ഡിതനോ ഒരു പൂജാരിയോ ഈ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുകയില്ല, ഒരു ഇമാം അല്ലെങ്കിൽ ഒരു മുല്ല ഈ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുകയില്ല. ഈ ബൈബിൾ ഒരു മതസ്ഥാപനത്തെയോ ജാതി വ്യവസ്ഥയെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ബൈബിൾ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ആരെങ്കിലും ഉപദ്രവിക്കാനോ കൊല്ലാനോ പ്രേരിപ്പിക്കുന്നില്ല. ഈ ബൈബിൾ മതപരിവർത്തനത്തെപ്പറ്റി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ കാരണങ്ങളാൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് ഒരു മഹത് ഗ്രന്ഥമാണ്. നാലാമത്തെ കാര്യം, ബൈബിൾ ഒരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല. വളരെയേറെ രാഷ്ട്രീയ പരാമർശങ്ങൾ ഈ ബൈബിളിൽ ഉടനീളം കാണാം. കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ ചക്രവർത്തിമാർ രാജാക്കന്മാർ രാജ്യങ്ങൾ ഭരിക്കുമെന്നും ഭരണരീതികൾ എങ്ങനെയായിരിക്കുമെന്നും ആദ്യകാലത്തെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ലോകത്ത് എങ്ങനെയുള്ള ഭരണമായിരിക്കുമെന്നും ആരൊക്കെ രാജ്യം ഭരിക്കുമെന്നും പ്രവചനങ്ങളിലൂടെ രേഖകളായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് തന്നെ നമ്മുടെ കൺമുൻപിൽ. ഉദാഹരണമായി BC 586 എഴുതിയ ഒരു പ്രവചനം, ബൈബിളിലെ ഒരു എഴുത്തുകാരനായ യഹസ്കേൽ പ്രവാചകൻ എഴുതിയ ഒരു പ്രവചനം. യഹസ്കേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ മാത്രം ചെറുതും വലുതുമായ നാട്ടുരാജാക്കന്മാരടക്കം ഏകദേശം 625 രാജാക്കന്മാർ ഇന്ത്യയെ ഭരിച്ചിരുന്നു. അതിൽ ചില രാജാക്കന്മാർ കിരീടം ധരിച്ചെങ്കിൽ ചില രാജാക്കന്മാർ തലപ്പാവ് അഥവാ മുകുടം അഥവാ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ പകടി ധരിച്ചായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. BC 586 എഴുതിയ പ്രവചനത്തിൽ യഹസ്കേൽ ദൈവത്തിൻ്റെ അരുളപ്പാടായി ഇങ്ങനെ എഴുതുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ തന്നെ ഇരിക്കുകയില്ല. അതായത് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ആ പദവിയിൽ നിന്ന്, ആ സ്ഥാനത്ത് നിന്ന്, ആ ഉയരങ്ങളിൽ നിന്ന് അവരെയൊക്കെയും താഴെ ഇറക്കും. അതുമാത്രമല്ല, എനിക്ക് താഴ്ന്നവരെ ഉയരത്തിലെത്തിക്കുകയും ചെയ്യും. അതായത് സാധാരണക്കാരായ ജനങ്ങളെ ഭരണസ്ഥാനത്തേക്ക് ഉയർത്തും. അതുകൊണ്ടാണ് ചായ വിറ്റുകൊണ്ടിരുന്ന സ്വയമായി
ഭിക്ഷക്കാരനെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നത്. ശ്രീമതി ദ്രൗപദി മുർമു ഇന്ന് ഇന്ത്യയുടെ സർവോന്നത പദവിയിലിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ KR നാരായണനും തമിഴ്നാടിൻ്റെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമൊക്കെയും ആ വലിയ പദവിയെ അലങ്കരിച്ചത് ബൈബിളിലെ പ്രവചനങ്ങൾ നിവൃത്തിയാകാൻ ഇതൊക്കെ സംഭവിച്ചേ മതിയാകുക. ഇവിടെ നിങ്ങളെ ഒരു വചനം വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. ഒരുപക്ഷെ നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ വോട്ട് കൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്ന്, അല്ലെങ്കിൽ ചിന്തിക്കും BJPക്കാരുടെ പ്രവർത്തനക്ഷമത കൊണ്ടാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിവ് കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് പ്രൈം മിനിസ്റ്ററുടെ കസേരയിലെത്തിയതെന്ന്. നരേന്ദ്രമോദിയെ 3-ാം പ്രാവശ്യം ആ കസേരയിൽ ഇരുത്താതിരിക്കാൻ എല്ലാ ഓപ്പോസിഷൻ പാർട്ടിയും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു, പ്രവർത്തിച്ചു. എന്നിട്ടും നരേന്ദ്രമോദി 3-ാം പ്രാവശ്യവും പ്രധാനമന്ത്രിയായി. ഇതിന് കാരണം ഒന്ന് മാത്രമാണ്. നാം വചനത്തിൽ വായിച്ചു, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. വരുവാനുള്ള കാലത്ത് ആരായിരിക്കും ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്നത് എന്നും ഈ ബൈബിളിൽ പ്രവചനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രങ്ങളുടെ ഉദയവും അസ്തമയവും, രാഷ്ട്രീയ രീതിയിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ എല്ലാ സംഭവ വികാസങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം ബൈബിൾ മാത്രമാണ്. എന്നിരുന്നാലും ബൈബിളിനെ ഞങ്ങൾ വെറുമൊരു രാഷ്ട്രീയ ഗ്രന്ഥമായി അംഗീകരിക്കുന്നില്ല. ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, 5-ാമത്തെ പോയിന്റാണ്. എന്നാൽ ബൈബിളിൽ ഉടനീളം അനേക ശാസ്ത്രീയപരമായ കാര്യങ്ങളുടെ പരാമർശവും വിശദീകരണങ്ങളും അടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഗന്ധകം, അതായത് സൾഫർ, രാസായനിക വസ്തു ആണെന്ന കാര്യം ഇന്നത്തെ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നതിന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പറയുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഈ ഭൂമിയുടെ ആകൃതിയെപ്പറ്റിയും ഈ ഭൂമിയുടെ അന്തർഭാഗത്ത് എന്താണെന്നും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. 1000 വർഷങ്ങൾക്ക് മുമ്പ് അന്നുള്ള മനുഷ്യരോട് പറയുകയാണ് ഭൂമിയുടെ ഉള്ളിൽ തീയാണ്. 1000 വർഷങ്ങൾ പോട്ടെ, 500 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും അവർ വിശ്വസിക്കില്ല. എന്നാൽ ബൈബിളിൽ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറം എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ സമകാലീനനായ ഇയ്യോബ് എന്ന വ്യക്തി ഈ ഭൂമിയുടെ ആകൃതിയെപ്പറ്റിയും ഭൂമിയുടെ ഉള്ളിൽ അഗ്നിപർവ്വതങ്ങളാണെന്ന് ആധുനിക മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചു. ഭൂമിയുടെ അടിഭാഗത്ത് തീയാണെന്നും അഗ്നിപർവ്വതത്തിൻ്റെ ലാവയാണെന്നും അതിന് മുകളിൽ മനുഷ്യൻ കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്നുവെന്നും എഴുതിയിരിക്കുന്നു. ശാസ്ത്രജ്ഞൻ, ഭൗഗോളിക ശാസ്ത്രജ്ഞർ, അന്തരീക്ഷ ശാസ്ത്രജ്ഞർ, രസതന്ത്രജ്ഞർ തുടങ്ങിയ എല്ലാ ശാസ്ത്രജ്ഞരും ഒരു കാര്യം തുറന്നു പറയുന്നു. അവരുടെ കണ്ടുപിടുത്തങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും ഒക്കെ പ്രേരണ ബൈബിളിൽ നിന്നാണെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല. നിങ്ങൾ ഗൂഗിളിൽ കയറി ബൈബിൾ ആൻഡ് സയൻറ്റിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനികളാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ, സർ ഐസക് ന്യൂട്ടൺ, ഗലീലിയോ, നിക്കോളസ് കോപ്പർനിക്കസ്, സർ വില്യംസ് ഹെർഷൽ, പിന്നെ ഈ നൂറ്റാണ്ടിലെ മഹാനായ ആസ്ട്രോളജിസ്റ്റ് സയൻറ്റിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരിച്ചുപോയത്.
ഇവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന അവരുടെ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ബൈബിളിൻ്റെ പ്രേരണയുണ്ടെന്ന്. സൂര്യൻ, ചന്ദ്രൻ, നവഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഭൗഗോളികമായ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനെ വളരെയേറെ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എന്നാലും ഞങ്ങൾ ഇതിനെ കേവലം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമായി പറയുന്നില്ല. ബൈബിൾ കേവലം ഒരു സാമൂഹിക ഗ്രന്ഥമല്ല. ബൈബിൾ ഒരു സാമൂഹിക ഗ്രന്ഥമല്ലാത്തതിന് കാരണം ഇത് ഒരു ഇസംനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നതാണ്. നമുക്കറിയാം, സോഷ്യലിസം, കമ്മ്യൂണിസം, സിഖിസം, ബുദ്ധിസം, ഹിന്ദുയിസം. എന്നാൽ സാമൂഹിക മൂല്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്ന ബൈബിളിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം ഈ ലോകത്തിലില്ല. കാരണം ബൈബിൾ മാത്രമാണ് മനുഷ്യവർഗം എല്ലാം തുല്യരാണെന്ന് പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരേ വേരിൽ നിന്ന് ഉത്ഭവിച്ചവരാണെന്നും ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ ആണും പെണ്ണും എന്ന രണ്ട് ജാതിയല്ലാതെ മറ്റൊരു ജാതിയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ബൈബിളിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ബൈബിളിൽ അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വീണ്ടും ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരാളുടെ കൈവശം 2 വസ്തുക്കളുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും തുല്യരാണെന്നാണ്. അതിൽ ഉന്നതനില്ല, അധമനില്ല, മന്നവനില്ല, യാചകനില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ഉന്നത ജാതിയില്ല, താണജാതിയില്ല, എല്ലാവരും തുല്യരാണ്. അടുത്ത പോയിൻ്റാണ്, ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമല്ല. ബൈബിളിൽ ഏതാണ്ട് 6468 പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ മുഖ്യമായത് 1817 ഉള്ളൂ. ഈ പ്രവചനങ്ങളുടെയൊക്കെയും കേന്ദ്ര ബിന്ദു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റ് പ്രവചനങ്ങൾ ജനസമുദായങ്ങളെപ്പറ്റിയും രാഷ്ട്രങ്ങളുടെ മേലുള്ള പ്രവചനങ്ങൾ, വ്യക്തികളെപ്പറ്റിയുള്ള പ്രവചനങ്ങൾ തുടങ്ങിയ പലതും അതിൽ ഉൾപ്പെടും. അതിൽ ജനസമൂഹങ്ങളെപ്പറ്റിയുള്ള പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ, ജനസമൂഹത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം യഹൂദി സമുദായത്തെപ്പറ്റി പറയണം. കാരണം ഇവരെ പറ്റി ദൈവം തന്നെ പറയുന്നത് തൻ്റെ സ്വന്തം ജനം എന്നാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും വ്യവസ്ഥകളും പ്രമാണങ്ങളും ലഭിച്ച ജനം, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അതിനാൽ തന്നെ ബൈബിളിലുള്ള ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ യഹൂദികളെപ്പറ്റിയും യഹൂദികൾക്ക് വേണ്ടിയുമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചാൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാതെ നടന്നാലുണ്ടാകുന്ന ശാപങ്ങളെപ്പറ്റിയും അതിൽ വർണ്ണിച്ചിരിക്കുന്നു. പ്രവചനം എന്താകുന്നു എന്ന് നാം അറിയണം. ദൈവം തൻ്റെ അഭിഷിക്തരായ പ്രവാചകന്മാരിലൂടെ തൻ്റെ സ്വന്തം ജനങ്ങൾക്ക് നൽകിയ കുറച്ച് വചനങ്ങളെപ്പറ്റി ഉദാഹരണമായി ഞാനിവിടെ പറയുന്നുണ്ട്. 2 പത്രോസിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. 2 തിമോത്തി 3:15-17 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. പുറപ്പാട് പുസ്തകം 4:12 ഇങ്ങനെ പറയുന്നു, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:16 പറയുന്നു,
സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തിയാകുവാൻ ആവശ്യമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കും, പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവിൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ബൈബിൾ ഒരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല, ബൈബിൾ ഒരു സാമൂഹിക ഗ്രന്ഥമല്ല, ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല. മറിച്ച് ഇത് ഒരു മഹനീയമായ ഗ്രന്ഥമാണ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.